മാരുതി സുസുക്കി എന്ന പേര് കേൾക്കുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിൽ വരുന്ന ഒരു ഇമേജ് എന്താണ്? മൈലേജ്, ചീപ്പ് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട്, ബട്ട് ഒരു പ്രീമിയം ഫീൽ ഇല്ല അല്ലേ? ഇന്ന് ഞാൻ ഓടിക്കുന്നത് ആ ഒരു ഇമേജ് മുഴുവനായി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു SUV ആണ് മാരുതി സുസുക്കി വിക്ടോറസ്. വിക്ടോറസിനെ കണ്ടാൽ പലർക്കും ഒരു സംശയം വരും, ഗ്രാൻഡ് വിറ്റാര ഉള്ളപ്പോൾ ഇതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത്. അതിലും വലിയൊരു ചോദ്യം, 20 ലക്ഷം വരെ കൊടുത്ത് ഒരു മാരുതി വാങ്ങുന്നത് ശരിക്കും വർത്താണോ? കാരണം ഈ വിലയിൽ ക്രെറ്റയുണ്ട്, സെൽറ്റോസ് ഉണ്ട്, ജർമ്മൻ ഓപ്ഷൻസ് പോലും നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ മാരുതി എന്താണ് ഇതിൽ ഇത്ര വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നത്? ഇത് വെറും ബാഡ്ജ് എഞ്ചിനീയറിംഗ് മാത്രമാണോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ പ്രാക്ടിക്കൽ SUV ആണോ? ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുവാണെങ്കിൽ അതിനൊരു ക്ലിയർ ആൻസർ കിട്ടും. സോ അതുകൊണ്ട് മാർക്കറ്റിംഗ് ക്ലെയിംസ് ഒന്നും നോക്കാതെ നമുക്ക് ഇതിന്റെ ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, ഇന്റീരിയർ, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, മൈലേജ്, പ്രൈസ്, പിന്നെ ആരാണ് ഇത് വാങ്ങേണ്ടത്, ആരാണ് ഒഴിവാക്കേണ്ടത് എന്നതെല്ലാം നമ്മൾ ഫാക്ട് ബേസ്ഡ് ആയിട്ട് പറയും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഈ വണ്ടിയുടെ സെഗ്മെന്റ് പൊസിഷനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതിയുടെ തന്നെ ഗ്രാൻഡ് വിറ്റാര ഉള്ളപ്പോൾ എന്തിനാണ് അരീന ഷോറൂം വഴി വിക്ടോറിയസ് പോലൊരു വണ്ടി ഇറക്കിയത് എന്ന് പലർക്കും സംശയമുണ്ടാകാം. ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് ഒരു സ്ലീക്ക് ആൻഡ് അർബൻ ക്രോസ് ഓവർ ഡിസൈൻ ആണ്, കുറച്ചുകൂടി ഒരു പ്രീമിയം കാഷ്വൽ ലുക്ക്. എന്നാൽ വിക്ടോറിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ് തുടങ്ങിയ വണ്ടികളെ നേരിടാൻ വേണ്ടി മാത്രമാണ്. കുറച്ചുകൂടി അഗ്രസീവ് പ്രൈസിംഗിൽ സെഗ്മെന്റ് SUV മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രം ഇറക്കിയ മാരുതിയുടെ ആയുധം. ഇതിന്റെ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് നോക്കാം. ഈ വണ്ടി ആദ്യമായി നേരിൽ കണ്ടപ്പോൾ ഇതൊരു മാരുതി ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 4360 mm നീളവും 1795 mm വീതിയും 210 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉള്ള ഒരു ഡിസൈൻ. ഇതിന്റെ ഫ്രണ്ട് ഫേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള സെമി ഗ്രിൽ അപ്പിയറൻസും സ്ലീക്ക് ഹൊറിസോണ്ടൽ ക്രോം സ്ട്രിപ്പുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടെ ആ ഷാർപ്പായ ബോൾഡ് കട്ട് LED DRLs കൂടി ആവുമ്പോൾ വണ്ടിക്ക് ഒരു നല്ല അഗ്രസീവ് ലുക്ക് കിട്ടുന്നുണ്ട്. റിയർ ലുക്ക് നോക്കിയാൽ കണക്റ്റഡ് ടെയിൽ ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. അത് കാണാൻ അത്ര ലുക്കില്ലെന്നുണ്ടെങ്കിലും പൊതുവെ കാണാത്തൊരു ടൈപ്പ് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. സൈഡ് ലുക്ക് വണ്ടിക്ക് നല്ലൊരു സ്റ്റാൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രോപ്പർ SUV പ്രസൻസ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡിസൈൻ ലോഞ്ചവിറ്റിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കർവുകളുള്ള ഡിസൈനുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആകും. എന്നാൽ വിക്ടോറിയസിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്ട്രൈറ്റ് ബോക്സി ലൈൻസ് ആണ്. 8-10 വർഷം കഴിഞ്ഞാലും ഇതിന്റെ ക്ലാസിക് SUV ലുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കും. ഫസ്റ്റ് ഇംപ്രഷനിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതിന്റെ ബിൽഡ് ഫീലാണ്. ഡോർ അടയ്ക്കുമ്പോൾ കേൾക്കുന്ന ഒരു തട്ട് സൗണ്ട് ഒരു ജർമ്മൻ വണ്ടിയുടേതിന് സമാനമാണ്. പഴയ മാരുതി കാറുകളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതിനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ ഒരു ടിൻ ക്യാൻ ഫീൽ ആണ്. അതിവിടെ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഗ്ലോബൽ എൻക്യാപ്പിലും ഭാരത് എൻക്യാപ്പിലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മാരുതി SUV ആണത്. എന്തിനാണ് ആളുകൾ വിക്ടോറസ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ലുക്ക് ലൈക്ക് എ ബോസ്, മെയിൻറ്റെയിൻ വിത്ത് അബ്സല്യൂട്ട് പീസ് ഓഫ് മൈൻഡ്. ഒരു SUVയുടെ പ്രോപ്പർ ലുക്ക് വേണം, എന്നാൽ മാരുതിയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രം മതി എന്നുള്ളവരാണ് ഇതിന്റെ യഥാർത്ഥ യൂസേഴ്സ്. ഇനി ഈ വണ്ടിയുടെ ഭംഗി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പോലെ ഇരിക്കും. വിക്ടോറസിന്റെ ഈ അപ്രൈറ്റ് ബോക്സി ഡിസൈൻ എല്ലാവരുടെയും ചോയ്സ് ആകണമെന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് കുറച്ചുകൂടി ചിലപ്പോൾ ഇഷ്ടപ്പെടുക ഗ്രാൻഡ് വിറ്റാര ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് നോക്കാം. രണ്ടിനും ഒരേ എഞ്ചിനും ട്രാൻസ്മിഷനും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഓടിക്കുമ്പോൾ വിക്ടോറസിന് തികച്ചും വ്യത്യസ്തമായ ഒരു ഡ്രൈവിംഗ് ഫീലാണ് കിട്ടുന്നത്. അത് ഞാൻ ഡ്രൈവിംഗ് സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ അതിനെപ്പറ്റി പറയാം. ഇന്റീരിയറിനെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരു പ്രീമിയം വണ്ടിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഡാഷ്ബോർഡിന് മുകൾ ഭാഗം മുഴുവൻ ഒരു സോഫ്റ്റ് ടച്ച് ലെതർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. കോപ്പർ സ്റ്റിച്ചിങ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിലെ 10.1 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ വളരെ സ്മൂത്ത് ആണ്. 360 ഡിഗ്രി ക്യാമറ ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത്രയും വലിയൊരു വണ്ടി ഒരു ടൈറ്റ് സ്പേസിൽ മാനുവർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. 10.25 ഇഞ്ചിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതും കൂടി ആവുമ്പോൾ ക്യാബിൻ തികച്ചും ഒരു ക്ലാസി ലുക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, മെറ്റീരിയൽ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇതൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ള ക്യാബിൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ കണ്ണിന് നേരെ കാണുന്നതെല്ലാം ഒരു പ്രീമിയം ഫീൽ ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് നോക്കിയാൽ ഗ്ലൗ ബോക്സിലും ലോവർ ഡോർ പാഡ്സിലും ഒക്കെ പഴയ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വിലയിലെ ഒരു വണ്ടിയിൽ പോലും, സ്വിഫ്റ്റിൽ പോലുള്ള വണ്ടികളിൽ കാണുന്ന അതേ പവർ വിൻഡോ സ്വിച്ചസ് ഒക്കെയാണ് മാരുതി ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരു പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്സ് അവൈലബിലിറ്റി ഈസിയാണ്. ഫ്രണ്ട് സീറ്റ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായ കംഫർട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നല്ലൊരു ഹൈ കമാൻഡ് പൊസിഷൻ ആണ് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നത്. ബോണറ്റ് മുഴുവനെ കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഇതിന്റെ 3 സ്റ്റെപ്പ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. AC പെർഫോമൻസ് അടിപൊളിയാണ്. ക്യാബിൻ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടുന്നുണ്ട്. റിയർ സീറ്റ് കംഫർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പരാതിപ്പെട്ട അതിന്റെ സൺറൂഫോടുള്ള മോഡലുകളിലെ ഹെഡ് റൂം ഇഷ്യൂ ആണ്. വിക്ടോറസ് ഒരു സ്ട്രെയിറ്റ് റൂഫ് ഡിസൈൻ കാരണം ഈ പരാതി ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്ത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫാക്ടറി ഫിറ്റഡ് ആയ റിയർ സൺഷെയ്ഡ് കൂടി ഉള്ളതുകൊണ്ട് വെയിലത്തൊക്കെ യാത്ര ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടാണ് ഇതിന്. ഇനി മിസ്സിംഗ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വില കൊടുത്തും വാങ്ങുന്ന ഒരു വണ്ടിയിൽ പോലും നമുക്ക് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മാനുവൽ ലെവേഴ്സ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിൽ നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രിക് അസിസ്റ്റഡ് കൺട്രോൾസ് ഒക്കെയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഡ്യുവൽ സോൺ, ക്ലൈമറ്റ് കൺട്രോൾ പോലത്തെ ഫീച്ചറുകൾ നമുക്ക് കൊറിയൻ വണ്ടികളിലൊക്കെ ഈ വിലയിൽ നൽകുമ്പോൾ മാരുതി അത് ഒഴിവാക്കിയിരിക്കുന്നു. സോ അതാണ് എനിക്ക് ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്തൊരു മിസ്സിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് തോന്നിയത്. ബാക്കി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ബൂട്ട് യൂസബിലിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഓടിക്കുന്നത് ഈ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യത്തിന് സ്ഥലം ഇതിനകത്ത് ബൂട്ടിൽ കിട്ടുന്നുണ്ട്. എന്നാൽ CNG വെർഷൻ വാങ്ങിക്കുന്നവർക്ക് ഒരു സർപ്രൈസ് കൂടിയുണ്ട്. സാധാരണ കാറുകളിൽ CNG സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബൂട്ട് സ്പേസ് വളരെ കുറവായിരിക്കും. പക്ഷേ നമുക്ക് വിക്ടോറിയസിൽ വരുന്ന CNG സിലിണ്ടർ ബൂട്ടിന് അടിയിലാണ്, അതായത് ഒരു അണ്ടർ ബോഡി ഫ്യൂൽ ടാങ്ക് ഡിസൈൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് മുഴുവനായിട്ടും നമുക്ക് ലഗേജ് വെക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണ മാരുതി വണ്ടി ഓടിക്കുന്ന ഫീലേ അല്ല തരുന്നത്. ഡ്രൈവിംഗ് അനുഭവം മാരുതിയുടെ മറ്റ് വണ്ടികളെക്കാൾ വളരെ മികച്ചതാണ്, പ്രത്യേകിച്ച് ഇതിന്റെ സ്റ്റിയറിംഗ്. ഗ്രാൻഡ് വിറ്റാരയിൽ നിന്നും എനിക്ക് ഏറ്റവും വ്യത്യസ്തമായി തോന്നിയത് ഇതിന്റെ സ്റ്റിയറിംഗ് ആണ്. വളരെ ലൈറ്റ് ആയ സ്റ്റിയറിംഗിന് പകരം നല്ല കോൺഫിഡൻസ് തരുന്ന ഒരു സ്റ്റിയറിംഗ് ഫീൽ ഇതിൽ കിട്ടുന്നുണ്ട്. ഹൈവേയിൽ ഇത് വണ്ടിക്ക് നല്ലൊരു പ്ലാൻഡ് ഫീൽ കൂടി തരുന്നുണ്ട്. മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് അനുഭവം പവർ ഡെലിവറിയും ഓരോ പവർ ട്രെയിൻ ഓപ്ഷനുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമാണ്. ആദ്യം നമുക്ക് 1.5 ലിറ്റർ K15 മൈൽഡ് ഹൈബ്രിഡിനെ പറ്റി പറയാം. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെർഷനാണ്. ഈ വെർഷന്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി ട്രാഫിക്കിൽ വളരെ സ്മൂത്ത് ആയ ഡ്രൈവിംഗ് അനുഭവം ഇത് തരുന്നുണ്ട്. എഞ്ചിൻ സൗണ്ടോ വൈബ്രേഷനോ ഒക്കെ നമുക്ക് വളരെ കുറവാണ് അകത്തേക്ക് വരുന്നത്. പവർ ഡെലിവറി വളരെ ലീനിയർ ആണ്. അതായത് ക്രെറ്റ, സെൽട്ടോസ് പോലുള്ള വണ്ടികളിലെ 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ കാണുന്ന പോലെയുള്ള വളരെ ലീനിയർ ആയ പവർ ഡെലിവറി. പെട്ടെന്നുള്ള പിക്കപ്പിന് ക്രെറ്റയിലോ സെൽട്ടോസിലോ ഒക്കെ പോലുള്ള ടർബോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനോ ഒന്നും ഇതിൽ വരുന്നില്ല. പെട്ടെന്നുള്ള കുതിപ്പിന് പകരം വളരെ ലീനിയർ ആയ ആക്സലറേഷൻ ആണ് ഈ എഞ്ചിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. രണ്ടാമതുള്ളത് 1.5 ലിറ്റർ M15D സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. നിങ്ങൾ സ്ട്രോങ് ഹൈബ്രിഡ് ആണ് നോക്കുന്നതെങ്കിൽ ടൊയോട്ടയുടെ അക്കിൻസൺ സൈക്കിൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ചേർന്നിട്ട് ഏകദേശം 114 bhp പവർ നൽകുന്നുണ്ട് ഈ എഞ്ചിൻ. ടോർക്കിന് വേണ്ടി ഇതിലൊരു മോട്ടോർ അസിസ്റ്റ് കൂടിയുണ്ട്. അത് സിറ്റിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റന്റ് ടോർക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ ഓപ്പണായി പറയാം, ഇതിന്റെ ഹൈബ്രിഡ് വെർഷൻ നേരിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ വരുന്നത് ഗ്രാൻഡ് വിറ്റാരയിലെ അതേ ECVT ഗിയർ ബോക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് വിറ്റാരയിലെ പോലെ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എഞ്ചിൻ അമിതമായി വരുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് എഫക്ട് വിക്ടോറിയസിന്റെ ഹൈബ്രിഡിലും ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. മൂന്നാമത് ഓൾ വീൽ ഡ്രൈവ് ഓൾ ഗ്രിപ്പ് മോഡലാണ്. ഇതിന്റെ മൈൽഡ് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ് ഓൾ വീൽ ഡ്രൈവ് ഓൾ ഗ്രിപ്പ്. മഴക്കാലത്തും വെള്ളക്കെട്ടുള്ള മോശം റോഡുകളിലൂടെയൊക്കെ ഡ്രൈവിംഗ് കൂടുതൽ സേഫും കോൺഫിഡൻസും നൽകാൻ ഈ ഒരു വേരിയന്റ് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ റൈഡ് ക്വാളിറ്റി സസ്പെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്ടോറിയസ് കുറച്ചുകൂടി വെൽ ഡാംഡ് ആയ സസ്പെൻഷൻ സെറ്റപ്പാണ് മാരുതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴികളിലൊക്കെ വീണാലും നമുക്ക് വണ്ടി അനാവശ്യമായ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പോത്തോൾസ് ഒക്കെ വളരെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാരയെ അപേക്ഷിച്ച് ഉയർന്ന വേഗതയിലെ ബോഡി റോളും ഇതിൽ കുറവാണ്. അതുകൊണ്ട് ഹൈവേ സ്റ്റെബിലിറ്റിയും ഹാൻഡ്ലിംഗും മുന്നിൽ തന്നെയാണ് വിക്ടോറിയസ് നിൽക്കുന്നത്. ഈ വണ്ടിയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി ഇതിന്റെ ലീനിയർ ഡ്രൈവബിലിറ്റിയും ലോങ് ടേം റിലയബിലിറ്റിയുമാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടർബോ എഞ്ചിനോ പ്രശ്നക്കാരായ ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സോ ഇതിൽ വരുന്നില്ല. 10 വർഷം കഴിഞ്ഞാലും ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ പോലും നന്നാക്കാൻ പറ്റുന്ന സമാധാനം തരുന്ന ഒരു മെക്കാനിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. രണ്ടാമത് ഇതിൽ വരുന്ന ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ആണ്. ഈ സെഗ്മെന്റിൽ ക്രെറ്റയ്ക്കും സെൽട്ടോസിനും ഇല്ലാത്ത വലിയൊരു അഡ്വാൻറ്റേജ് ആണിത്. മഴക്കാലത്തും ചെളി നിറഞ്ഞ റോഡുകളിലൂടെയൊക്കെ അല്ലെങ്കിൽ സ്ലിപ്പറി ആയിട്ടുള്ള കയറ്റങ്ങളിലൊക്കെ ഈ ഓൾ ഗ്രിപ്പ് സിസ്റ്റം തരുന്ന ഒരു കോൺഫിഡൻസ് വേറെ ലെവലാണ്. മൂന്നാമത് സസ്പെൻഷൻ ട്യൂണിംഗ് ആണ്. കോമ്പറ്റീറ്റർ വണ്ടികളിൽ ഒരു സ്പോർട്ടി ഫീൽ ആണ് തരുന്നുണ്ടെങ്കിൽ വിക്ടോറിയസിൽ കിട്ടുന്ന ഒരു കംഫർട്ടാണ്. അത് ഏത് തരം മോശം റോഡുകളിലൂടെ പോയാലും നമുക്ക് ധൈര്യമായി കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റി ട്രാഫിക്കിൽ സുഗമമായ യാത്രയ്ക്കും മോശം റോഡുകളിലെ യാത്രയ്ക്കും ഇതിലും മികച്ചൊരു ഓപ്ഷൻ ഈ സെഗ്മെന്റിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഈ വണ്ടി ഒരു പെർഫെക്റ്റ് കാറാണോ? അല്ല, ഒരു വണ്ടിയും പെർഫെക്റ്റ് അല്ല. സത്യസന്ധമായി പറഞ്ഞാൽ വിക്ടോറിയസിന്റെ ഏറ്റവും വലിയ പോരായ്മ ഇതിന്റെ എഞ്ചിൻ പവർ ആണ്. 103 PS പവർ വരുന്നുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള ഒരു വണ്ടിക്ക് ഈ ഒരു പവർ ഫിഗർ കുറവാണ്. കോമ്പറ്റീറ്റേഴ്സ് 160 PS പവറുള്ള ടർബോ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ നൽകുമ്പോൾ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് വിക്ടോറിയസിലെ ഈ ഒരു പവർ ഫിഗേഴ്സ് ഒരു കോംപ്രമൈസ് ആയിരിക്കും. ഹൈവേയിൽ പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു ലീനിയർ ആക്സിലറേറ്റിംഗ് വണ്ടി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്ട്രോങ് ഹൈബ്രിഡിൽ സിറ്റി പിക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഹൈവേയിൽ ആ റബ്ബർ ബാൻഡ് എഫക്ട് ECVT ഗിയർ ബോക്സ് ഫീൽ ചെയ്യും. രണ്ടാമത് കോസ്റ്റ് കട്ടിംഗ് ആണ്. 20 lakh വരുന്ന ഈ വണ്ടിക്ക് മാരുതിയുടെ സ്വിഫ്റ്റ് പോലുള്ള വണ്ടികൾ വരുന്ന ഒരു ഇന്റീരിയർ ടാക്ടൈൽ ഫീലുള്ള സ്വിച്ചസ് ഒക്കെയാണ് വരുന്നത്. വിൻഡോ സ്വിച്ചസിന്റെ കാര്യമാണ്. അതിലൊരു പോസിറ്റീവ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്സ് അവൈലബിലിറ്റി ഈസി ആയിരിക്കും. ഈ പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും ഒരു വലിയ ഡീൽ ബ്രേക്കിംഗ് സംഭവമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ്സിനൊക്കെ അതിൻ്റെതായ പോസിറ്റീവ്സ് കൂടിയുണ്ട്. ഇതൊരു മാരുതി വണ്ടി ആയതുകൊണ്ട് ആളുകൾ ആദ്യം ചോദിക്കുന്നത് എത്രയാ ഇതിന്റെ മൈലേജ് എന്നതായിരിക്കും. ഈ വണ്ടിയുടെ ക്ലെയിംഡ് മൈലേജ് മൈൽഡ് ഹൈബ്രിഡ് മാനുവൽ ട്രാൻസ്മിഷൻ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 21 kmph ആണ്. എന്നാൽ റിയൽ വേൾഡിൽ ഇത് കിട്ടുമോ? നമ്മുടെ സിറ്റി ട്രാഫിക് കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ ഏകദേശം 10 to 15 kmph വരെയാണ് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ഹൈവേയിൽ 80 to 90 km/h സ്പീഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 15 to 18 kmph വരെ കിട്ടും. നിങ്ങൾ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ വേരിയന്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ ഇത് ഒരു 9 to 14 kmph ആയി കുറയാൻ സാധ്യതയുണ്ട്. മൈലേജ് കുറയാൻ ഒരു കാരണം വണ്ടി അത്യാവശ്യം വെൽ ബിൽറ്റ് ആണ്. നിങ്ങൾ സ്ട്രോങ് ഹൈബ്രിഡ് ആണ് വാങ്ങുന്നതെങ്കിൽ ഈ സ്റ്റോറി കംപ്ലീറ്റ്ലി മാറും. കമ്പനി അവകാശപ്പെടുന്നത് 28 kmph ആണ്. യഥാർത്ഥത്തിൽ ട്രാഫിക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 23 to 26 kmph വരെ മൈലേജ്
മൈലേജ് തരും. കാരണം ട്രാഫിക്കിൽ ഇത് കൂടുതലും ബാറ്ററിയിലായിരിക്കും ഓടുന്നത്. ആൻഡ് ഹൈവേയിലായിരിക്കും സ്ട്രോങ് ഹൈബ്രിഡിന് മൈലേജ് അല്പം കുറയുന്നത് 21 to 23 kmpl ആയിരിക്കും. കാരണം അവിടെ എഞ്ചിൻ ആയിരിക്കും കൂടുതലായി പ്രവർത്തിക്കുന്നത്. സോ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഈ പറഞ്ഞ ഫിഗേഴ്സിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരെയും ചെയ്യാം. വിലയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാരുതി വളരെ ബുദ്ധിപരമായാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്തെ എയ്തൻ കാർസിൽ നിന്നുള്ള പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. വിക്ടോറസിന്റെ ബേസ് വേരിയന്റ് ആയ LXiക്ക് ഓൺ റോഡ് വരുന്നത് ഏകദേശം 12.8 lakh ആണ്. ടോപ്പ് വേരിയന്റ് ZXi സ്ട്രോങ് ഹൈബ്രിഡ് എത്തുമ്പോഴേക്കും അത് 24 ലക്ഷം വരെ എത്തും. ഏത് വേരിയന്റ് ആണ് ഏറ്റവും കൂടുതൽ സെൻസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വലിയ SUV ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 12.84 lakhന്റെ LXi തന്നെയാണ് മികച്ച ചോയ്സ്. ഒരു ഹ്യുണ്ടായി ക്രെറ്റ ബേസ് മോഡലിനേക്കാൾ വില കുറവാണ് ഇതിന്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും ഉണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഒരു സ്മാർട്ടസ്റ്റ് ബൈ എന്ന് പറയുന്നത് VXi സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. കാരണം ഇതിന്റെ ഓൺ റോഡ് വില ഏകദേശം 20 lakh അടുപ്പിച്ചാണ് വരുന്നത്. മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള ZXi ഓട്ടോമാറ്റിക്കിന് 21.27 lakh കൊടുക്കേണ്ടി വരും. സോ അത് വാങ്ങുന്നതിന് പകരം അതിനേക്കാൾ 1 ലക്ഷം രൂപ കുറച്ച് നിങ്ങൾക്ക് ഒരു 25 kmpl മൈലേജ് തരുന്ന സ്ട്രോങ് ഹൈബ്രിഡ് കിട്ടും. ചില ഫീച്ചറുകളൊക്കെ കുറയുന്നുണ്ടെങ്കിലും ഒരു ലോജിക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വേരിയന്റ് ആണ്. അപ്പോൾ ആരാണ് ഈ വണ്ടിയുടെ ഐഡിയൽ ബയർ? നിങ്ങൾ കൂടുതലും ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ, നിങ്ങൾക്ക് യാത്രകളിൽ സമാധാനമാണ് വേണ്ടതെങ്കിൽ വിക്ടോറിസ് നിങ്ങളെ ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കും. വണ്ടിയുടെ പെർഫോമൻസിനേക്കാൾ ഉപരി അതിലെ യാത്രക്കാരുടെ കംഫർട്ട്, മികച്ച സ്റ്റിയറിംഗ് ഫീൽ വഴി കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് കോൺഫിഡൻസ്, കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നിവ നോക്കുന്ന ഒരു പ്രാക്ടിക്കൽ ബയറിന് ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെയില്ല. സിറ്റിയിലും ഹൈവേയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, മോശൻ റോഡുകളിലൂടെ ബൈക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന, പ്രായമായ ആൾക്കാർക്ക് പോലും കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ എളുപ്പമുള്ള ഡോർ ഡിസൈൻ, എന്തിനധികം പറയുന്ന ഒരു ഷോഫർ ഡ്രിവൺ ബയർ ആണെങ്കിൽ പോലും ഇതിന്റെ റിയർ സീറ്റ് കംഫർട്ട് ഗംഭീരമാണ്. സോ ആരാണ് ഈ വണ്ടി അവോയ്ഡ് ചെയ്യേണ്ടത്? ഒന്നാമതായി ഇതിന്റെ ഹാൻഡ്ലിംഗ് നല്ലതാണ്. മറ്റ് മാരുതി വണ്ടികളെക്കാളും ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ് കിട്ടുന്നത്. പക്ഷേ ഹാൻഡ്ലിംഗ് ഇസ് നോട്ട് അപ് ടു ദ ജർമ്മൻ കോമ്പറ്റീറ്റേഴ്സ്. സോ ആ ലെവൽ ഓഫ് ഹാൻഡ്ലിംഗ് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ വണ്ടിയുടെ പവർ ഡെലിവറി വളരെ ലീനിയർ ആയതുകൊണ്ട് ഒരു ടർബോ പഞ്ചൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. തുടക്കത്തിൽ ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 20 ലക്ഷം കൊടുത്തൊരു മാരുതി വാങ്ങുന്നത് വർത്താണ്? എന്റെ ഉത്തരം ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ എക്സ്പെക്ടിങ് ഫ്രം ദിസ് കാർ. നിങ്ങൾക്ക് ടർബോ പഞ്ച് വേണം, ഫീച്ചർ ഓവർലോഡ് വേണം, അല്ലെങ്കിൽ പെർഫോമൻസ് തന്നെയാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ വിക്ടോറിയസ് നിങ്ങൾക്കുള്ള വണ്ടിയല്ല. പക്ഷേ ഒരു SUV വാങ്ങി അടുത്ത 10-15 വർഷം വലിയ ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കണം. ഫാമിലി കംഫർട്ട് വേണം, സ്ട്രോങ് സേഫ്റ്റി വേണം, എക്സലന്റ് ഡ്രൈവബിലിറ്റി ആൻഡ് ബെറ്റർ ഹാൻഡ്ലിംഗ് വേണം. മെയിൻ്റനൻസിൽ സർപ്രൈസ് ബില്ലൊന്നും വരാൻ പാടില്ല. മോശം റോഡുകളിൽ കോൺഫിഡൻസ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിക്ടോറിയസ് ഈ സെഗ്മെന്റിലെ ഏറ്റവും സെൻസിബിൾ ചോയ്സസിൽ ഒന്നാണ്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു SUV അല്ല ഇത്, പക്ഷേ ഇതിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്കിത് സ്യൂട്ട് ആവും. സോ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ലേറ്റസ്റ്റ് ഓഫർ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ എയ്തൻ കാർസ് ട്രിവാൻഡ്രം ഡീലർഷിപ്പിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിലും കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഔട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയണം. സോ അണ്ടിൽ ദെൻ ഡ്രൈവ് സേഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. Bye bye.